ഹായ് ഫ്രണ്ട്സ്, സച്ചിയുടെയും രേവതിയുടെയും ഏറ്റവും പുതിയ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ വർഷയുടെയും ശ്രീകാന്തിൻ്റെയും വെഡ്ഡിങ് ആനിവേഴ്സറിയൊക്കെ നല്ല മനോഹരമായിട്ട് നടന്നു കേട്ടോ. അതിനുശേഷമായിട്ട് വരുന്ന ഒരു അടിപൊളി എപ്പിസോഡാണ് പറയാൻ പോകുന്നത്. അത് നമ്മുടെ സച്ചിയാണെങ്കിൽ ശ്രുതിയെക്കുറിച്ചിട്ടുള്ള എല്ലാ രഹസ്യങ്ങളും കണ്ടുപിടിക്കാൻ തന്നെ തീരുമാനിച്ചുറച്ചിരിക്കുകയാണ്. അങ്ങനെ ആരുമില്ലാത്ത സമയത്ത് സച്ചി ശ്രുതിയുടെ റൂമിലേക്ക് കയറി ചെല്ലുന്നുണ്ട്. ശ്രുതി ഇല്ലാത്ത സമയത്ത് തൻ്റെ റൂമിൽ കയറിയ സച്ചിയെ ശ്രുതി കൈയോടുകൂടി പിടിക്കുകയും തൻ്റെ റൂമിൽ ആവശ്യമില്ലാതെ കയറിയിട്ട് ശ്രുതിയുടെ 2.5 പവൻ്റെ മാല മോഷ്ടിച്ചൊന്നും കൂടിയിട്ട് ശ്രുതിയാണെങ്കിൽ സച്ചിയുടെ മേലിൽ ഒരു പഴിയിടുകയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളാണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ എപ്പിസോഡ് ഫുള്ളായിട്ട് വാച്ച് ചെയ്യുക. അങ്ങനെ സച്ചിയും രേവതിയും കൂടിയിട്ട് ഇങ്ങനെ ഇരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. സച്ചി പറയുന്നുണ്ട്, എന്തായാലും രേവതി, ആ പാർലർ എട്ടത്തിയുടെ എന്തൊക്കെയോ രഹസ്യങ്ങൾ അവളിങ്ങനെ ഒളിച്ചു കൊണ്ടു നടക്കുന്നുണ്ട്. അതൊന്നും നമ്മളെ കൊണ്ട് കണ്ടുപിടിക്കാൻ സാധിക്കുന്നില്ലല്ലോ. എന്തായാലും ഇന്ന് ഇവിടെ ആരും ഇല്ലാത്ത സമയമാണ്. ആ പൗഡർ എടുത്തിയുടെ റൂമിലൊന്ന് കയറി സെർച്ച് ചെയ്താലേ എന്തെങ്കിലും ഒരു ക്ലൂ കിട്ടുമോന്ന് നോക്കാമെന്ന് പറയുന്നുണ്ട്. രേവതി അപ്പോൾ പറയുന്നുണ്ട്, ഏയ് വേണ്ട സച്ചിയേട്ടാ, അതൊന്നും നല്ലതായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഒരാളില്ലാത്തപ്പോൾ അയാളുടെ റൂമിൽ കയറുന്നതോ മറ്റൊരാളുടെ സാധനങ്ങൾ എടുത്ത് നോക്കുന്നതൊന്നും നല്ലതല്ലല്ലോ. അതൊന്നും വേണ്ട സച്ചിയേട്ടാന്ന് പറയുന്നുണ്ട്. രേവതി, അതിന് നമ്മൾ അവരുടെ സാധനങ്ങൾ മോഷ്ടിക്കാനൊന്നും അല്ലല്ലോ കയറുന്നത്. ആ ഓടിപ്പോയവന് ഇല്ലാത്ത സമയത്തെ ആ റൂമിൽ കയറി എന്തെങ്കിലും നോക്കാൻ പറ്റൂ. അപ്പോൾ അവൾ എന്തെങ്കിലും ഒരു രഹസ്യം ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു ക്ലൂ കിട്ടിയാലോ എന്ന് പറഞ്ഞിട്ട് സച്ചി നിർബന്ധിക്കുന്നുണ്ട് കേട്ടോ. എന്നാൽ രേവതി പറയുന്നുണ്ട്, ഒരു കാര്യം ചെയ്യും, സച്ചിയേട്ടൻ പോയി പെട്ടെന്ന് എന്തെങ്കിലും കിട്ടുമോന്നൊന്ന് നോക്കിയിട്ട് പോവാ. ഞാൻ പുറത്തിരുന്നിട്ട് അവരാരെങ്കിലും വരുന്നുണ്ടോന്ന് നോക്കി സിഗ്നൽ തരാമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ രേവതിയും സച്ചിയും കൂടിയിട്ട് തീരുമാനിച്ച പ്രകാരം സച്ചി ശ്രുതിയുടെ റൂമിലേക്ക് കയറി പോകുന്നുണ്ട്. അങ്ങനെ സച്ചിയാണെങ്കിൽ ചെന്നതേ റൂമിലെല്ലാം പരിശോധിക്കുന്നുണ്ടെങ്കിലും ഒന്നും കിട്ടുന്നില്ല കേട്ടോ. അങ്ങനെ അവരുടെ അലമാരി തുറക്കുന്ന സമയത്ത് ഒരു കവർ ഇങ്ങനെ കാണുന്നുണ്ട്. ആ കവർ എടുത്ത് നോക്കുന്ന സച്ചി കാണുന്നത് ഒരു 7-8 വയസ്സ് പ്രായമുള്ള ആൺകുട്ടികൾക്ക് ഡ്രസ്സ് വാങ്ങി വെച്ചിരിക്കുന്നതായിട്ടാണ്. ഇവളിപ്പോ ഇതാർക്കായിരിക്കും ഈ ഡ്രസ്സ്? എന്തായാലും ഇതിനകത്ത് എന്തോ ഉണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് സച്ചി ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് രേവതി താഴെ നിന്ന് സിഗ്നൽ കൊടുക്കുന്നത്. അത് നമ്മുടെ ശ്രുതി എത്തിയിട്ടുണ്ടെന്നുള്ളതാണ്. അങ്ങനെ സച്ചി പെട്ടെന്ന് തന്നെ ആ കവറെല്ലാം തിരികെ വെച്ചിട്ട് അതുപോലെ തന്നെ തിരിച്ചിറങ്ങുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും ശ്രുതി ഇത് കണ്ടുകൊണ്ട് അകത്തേക്ക് കയറി വരുന്നുണ്ട്. എന്താ സച്ചി, നീ എന്തിനാ ഞങ്ങളുടെ റൂമിൽ കയറിയത്? അതെ, ഞാൻ ആ ഓട്ടക്കാരൻ ഇവിടെ ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് കയറി വന്നതാ. വാ രേവതി, നമുക്ക് പോകാമെന്നും പറഞ്ഞിട്ട് സച്ചി രേവതിയെ വിളിച്ചുകൊണ്ട് ഇറങ്ങുന്നുണ്ട്. എന്നാൽ ശ്രുതിയാണെ പറയുന്നുണ്ട്, ദേ സച്ചി, നിനക്ക് എന്താ അറിയേണ്ടത്? നീ കുറേ ദിവസമായല്ലോ എൻ്റെ പുറകെ ഇങ്ങനെ നടക്കാൻ തുടങ്ങിയിട്ട്. ഇന്ന് എന്തായാലും ആൻറ്റി ഇങ്ങോട്ട് വന്നോട്ടെ. നിനക്ക് ആവശ്യമില്ലാതെ എൻ്റെ ബെഡ്റൂമിൽ കയറിയത് എന്തിനാണെന്ന് ഞാൻ ഇന്ന് പറയിപ്പിക്കുമെന്നൊക്കെ പറഞ്ഞിട്ട് ശ്രുതി ദേഷ്യപ്പെടുന്നുണ്ട്. ഈ സമയം രേവതി പറയുന്നുണ്ട്, ശ്രുതി, നീ എന്തിനാ സച്ചിയേട്ടനോട് വെറുതെ ദേഷ്യപ്പെടുന്നത്? അദ്ദേഹം പറഞ്ഞല്ലോ നീ അദ്ദേഹത്തിന്റെ ചേട്ടനെ തപ്പി വന്നതാണെന്ന്. പിന്നെ നീ ഇതിനു വേണ്ടി അങ്ങ് ദേഷ്യപ്പെടാൻ വേണ്ടിയിട്ട് എന്താ, നീ ആ റൂമിൽ എന്തെങ്കിലും കള്ളത്തരങ്ങൾ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഇത് കേൾക്കുമ്പോൾ ശ്രുതി ഒന്നും മിണ്ടാതെ തന്നെ അകത്തേക്ക് അങ്ങ് കയറി പോകുന്നുണ്ട്. അങ്ങനെ ശ്രുതി റൂമിൽ ചെന്ന് ഇരുന്നിട്ട് എല്ലാം ഒന്ന് നോക്കുന്നുണ്ട് കേട്ടോ. എല്ലാം അതുപോലെ തന്നെയാണ് ഇരിക്കുന്നത്. എന്തായാലും ശ്രുതിയെ തപ്പി സച്ചി ഈ റൂമിലേക്ക് കയറി വന്നതൊന്നും ആയിരിക്കില്ല. അവന് എന്നെക്കുറിച്ച് എന്തൊക്കെയോ സംശയങ്ങളുണ്ട്. എന്തെങ്കിലും ക്ലൂ കിട്ടുമോന്ന് അറിയാൻ വേണ്ടി കയറിയതായിരിക്കും. എന്തായാലും ഇവനെ ഇങ്ങനെ വിട്ടാൽ പറ്റില്ലല്ലോ. ഈ സച്ചിയും രേവതിയും ഈ വീട്ടിലുള്ളിടത്തോളം കാലം എനിക്ക് സമാധാനമായിട്ട് ശ്രുതിയുടെ കൂടെ ജീവിക്കാനും കഴിയില്ല. എന്തെങ്കിലും പണി ഒപ്പിക്കണമെന്നൊക്കെ വിചാരിച്ചിട്ട് ശ്രുതി ഇങ്ങനെ ഇരിക്കുകയാണ്. രേവതി ചോദിക്കുന്നുണ്ട്, സച്ചിയേട്ടൻ അവിടെ റൂമിൽ കയറിയിട്ട് എന്തെങ്കിലും ക്ലൂ കിട്ടിയോ? അന്നേരം ഞാൻ പറഞ്ഞതല്ലേ അവിടേക്ക് പോകണ്ടെന്ന്. ഇപ്പോൾ തൽക്കാലത്തിന് ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടു. ഇല്ലായിരുന്നെങ്കിൽ ഇന്നിവിടെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായെന്നേ. അതൊക്കെ പോട്ടെ രേവതി, എന്തായാലും അതിനു മുമ്പ് ഞാൻ രക്ഷപ്പെട്ടല്ലോ. പിന്നെ രേവതി, ഞാൻ അവളുടെ റൂമിൽ
ചെറിയ ആൺകുട്ടികൾക്ക് പറ്റിയ ഡ്രസ്സ് ഉണ്ടല്ലോ, അത് പാക്കറ്റിനുള്ളിൽ ഇരിക്കുന്നത് കണ്ടു. എന്തായാലും അവളുടെ ബന്ധുക്കളൊന്നും ഇവിടെയെങ്ങും ഇല്ലെന്നല്ലേ പറഞ്ഞത്. അപ്പൊ പിന്നെ ചെറിയ ആൺകുട്ടികൾക്ക് പറ്റിയ ഡ്രസ്സ് അവൾ എന്തിനായിരിക്കും വാങ്ങി വെച്ചിരിക്കുന്നതെന്നേ. അപ്പോഴേക്ക് രേവതി ചോദിക്കുന്നുണ്ട്, സച്ചിയേട്ടൻ എന്താ പറയുന്നേ, ചെറിയ കുട്ടികൾക്ക് പറ്റിയ ഡ്രസ്സോ? അതെ രേവതി, നമ്മുടെ ആദിയില്ലേ, ആദിയുടെയൊക്കെ പ്രായമുള്ള കുട്ടികൾക്കിടുന്ന തരത്തിലുള്ള ഡ്രസ്സാണ് അവള് വാങ്ങി വെച്ചിരിക്കുന്നതെന്നേ. രേവതി എപ്പോൾ പറയുന്നുണ്ട്, ഓ സച്ചിയേട്ടാ, അവള് ഈ മേക്കപ്പിനൊക്കെ പോകുന്നതാണല്ലോ, അപ്പോൾ ഏതെങ്കിലും കുട്ടികളുടെ എന്തെങ്കിലും ഫംഗ്ഷന് വേണ്ടിയിട്ടുള്ള കോസ്റ്റ്യൂംസ് ആയിരിക്കും മേടിച്ചു വെച്ചിരിക്കുന്നതെന്ന് പറയുന്നുണ്ട്. ആ സമയം സച്ചിയും പറയുന്നുണ്ട്, ഓ അത് ഞാനങ്ങ് മറന്നു, ശരി അതായിരിക്കും. എന്നാലും എന്തൊക്കെയോ നിഗൂഢതകൾ ഉണ്ടല്ലോ രേവതി എന്നിങ്ങനെ സച്ചി പറയുന്നുണ്ട്. പിറ്റേ ദിവസം രാവിലെ തന്നെ രേവതിയാണെങ്കിൽ അടുക്കളയിൽ ഇങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. രവി അവിടെ പത്രം വായിച്ചുകൊണ്ടിരിപ്പുണ്ട്. അങ്ങനെ എല്ലാവരും ഓഫീസിലേക്കും ഷോപ്പിലേക്കും ഒക്കെ പോകാനായിട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഈ സമയം ശ്രുതിയാണെങ്കിൽ പെട്ടെന്ന് തന്നെ റൂമിൽ നിന്ന് കരഞ്ഞുകൊണ്ട് ഇറങ്ങി വരുന്നുണ്ട്. അപ്പോഴേക്ക് ചന്ദ്രമതി ഓടി ചെന്നിട്ട് ചോദിക്കുന്നുണ്ട്, എന്താ ശ്രുതി, എന്താ മോളെ, നീ എന്തിനാ കരയുന്നതെന്നേ? ആൻറ്റി ആൻറ്റി എൻ്റെ ഒരു 2.5 പവൻ്റെ മാല കാണുന്നില്ലെന്ന് പറയുന്നുണ്ട്. നീ എന്താ ശ്രുതി പറയുന്നത്? അവിടെ എങ്ങാനും കാണും, നീ അലമാരിക്കകത്തൊക്കെ നന്നായിട്ട് നോക്കിയേ. ഈ വീട്ടിൽ നിന്ന് എന്തായാലും അത് മോഷണം പോയില്ലല്ലോ, നീ പോയി നന്നായിട്ട് നോക്കുമോളെ എന്ന് പറയുന്നുണ്ടേ. ഈ സമയം ശ്രുതിയും വന്നിട്ട് ചോദിക്കുന്നുണ്ട്, എന്താ ശ്രുതി, നീ എന്തിനാ കരയുന്നത്? ശ്രുതി, എൻ്റെ 2.5 പവൻ്റെ മാല കാണുന്നില്ല. അതെനിക്ക് എൻ്റെ അച്ഛൻ അവസാനമായിട്ട് അച്ഛൻ്റെ ഓർമ്മയ്ക്കായിട്ട് ഞാൻ കാത്തു സൂക്ഷിച്ചു വെച്ചിരുന്ന മാലയാണ്. അതെൻ്റെ അമ്മയുടെ മാലയായിരുന്നു, അതിപ്പോ കാണുന്നില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും രവിയും പറയുന്നുണ്ട്, മോളെ നീ കരയാതെ, നീ അവിടെ ചെന്നിട്ട് നന്നായിട്ട് നോക്ക്, തുണിയുടെ ഇടയിലോ അല്ലെ താഴെ വീണ് കിടപ്പുണ്ടോ എന്നൊക്കെ എന്ന് പറയുന്നുണ്ട്. ശ്രുതി പറയുന്നുണ്ട്, ഇല്ല അങ്കിൾ, ഞാൻ എല്ലായിടത്തും നോക്കിയതാണ്. പിന്നെ ആരാ ഈ വീട്ടിൽ നിന്ന് അതൊക്കെ എടുക്കുന്നതെന്ന് ചന്ദ്രമതി പറയുന്നുണ്ട്. ഈ സമയം ശ്രുതി പറയുന്നുണ്ട്, ആൻറ്റി, ഞങ്ങൾ ഇന്നലെ പുറത്തു പോയിരുന്ന സമയത്ത് തിരിച്ചു വരുമ്പോൾ ഞങ്ങളുടെ റൂമിൽ നിന്ന് ഈ സച്ചി ഇറങ്ങി വരുന്നത് ഞാൻ കണ്ടതാന്ന് പറയുന്നുണ്ട്. ഈ സമയം രേവതി പറയുന്നുണ്ട്, ദേ ശ്രുതി, നീ ആവശ്യമില്ലാത്തത് പറയരുത്. നിന്റെ മാല മോഷണം പോയിട്ടുണ്ടെങ്കിൽ അത് എവിടെയെങ്കിലും പോവും. പിന്നെ ആദ്യം നിന്റെ ഭർത്താവിനോടൊന്ന് ചോദിച്ചു നോക്ക്, അദ്ദേഹമല്ലേ എല്ലാവരുടെ അടുത്തൊന്നും പൈസയും സ്വർണവും ഒക്കെ മോഷ്ടിച്ചുകൊണ്ട് പോകുന്നത്. പിന്നെ എൻ്റെ സച്ചിയേട്ടന് അതിൻ്റെ ഒന്നും ആവശ്യമില്ലെന്ന് പറയുന്നുണ്ട്. ഈ സമയം ചന്ദ്രമതി പറയുന്നുണ്ട്, നിർത്തടി, പൂ കെട്ടുന്നവളെ, നീ ആരാടി എൻ്റെ മകനെ കുറ്റം പറയാനായിട്ട്? നിന്റെ പൈസ വല്ലതും അവൻ എടുത്തുകൊണ്ട് ഓടിയോ? അമ്മ എന്തായി പറയുന്നത്? രേവതിയുടെ സ്വർണം എടുത്തുകൊണ്ട് പോയിട്ട് രണ്ടുപേരും കൂടി മുക്കുപണ്ടം ആക്കിയതൊക്കെ അമ്മയും മോനും അങ്ങ് മറന്നോന്ന് ചോദിച്ചുകൊണ്ടാണ് സച്ചി അങ്ങോട്ടേക്ക് വരുന്നത്. അപ്പോഴേക്കും ചന്ദ്രമതി അങ്ങ് പതുക്കം മിണ്ടാതെ അങ്ങ് നിൽക്കുന്നുണ്ട്. രവി പറയുന്നുണ്ട്, എടാ സച്ചി, അതൊക്കെ കഴിഞ്ഞു പോയ കാര്യങ്ങളാണ്, അതിനെക്കുറിച്ചൊന്നും ഇപ്പൊ സംസാരിക്കണ്ട. ഇപ്പൊ തന്നെ ശ്രുതി മോടെ മാല കാണാതെ പോയെന്ന് പറയുന്നു. എല്ലാവരും കൂടി ഒന്ന് നോക്ക്, എന്തായാലും അത് അവിടെ എവിടെയെങ്കിലും കാണുമെന്ന് പറയുന്നുണ്ട്. സച്ചിയപ്പ പറയുന്നുണ്ട്, അത് അവിടെ ഇല്ലെങ്കിൽ അത് അവൻ തന്നെയായിരിക്കും എടുത്തോണ്ട് പോയിരിക്കുക. പൗഡർ ഏട്ടത്തിയെ ശരിക്കൊന്ന് ഭർത്താവിനെ ചോദ്യം ചെയ്താൽ കിട്ടാവുന്നതേ ഉള്ളൂ എന്ന് പറയുന്നുണ്ടേ. ദേ സച്ചി, ശ്രുതിയെ ആവശ്യമില്ലാതെ എല്ലാ കേസിലും കയറി ഇൻസൾട്ട് ചെയ്യാൻ നിൽക്കണ്ട. നീ ഇന്നലെ എൻ്റെ റൂമിൽ കയറിയപ്പോൾ തൊട്ട് എനിക്ക് സംശയം തോന്നിയതാണ്. നീ ആ സ്വർണം എടുത്തോണ്ട് പോയിട്ടുണ്ടെങ്കിലേ അതിങ്ങ് തന്നേര്. അതെൻ്റെ അച്ഛൻ എനിക്ക് മലേഷ്യയിൽ നിന്ന് ഗിഫ്റ്റായിട്ട് തന്നതാണ്. അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടി ഞാൻ സൂക്ഷിച്ചു വെച്ചിരുന്നതാണെന്നൊക്കെ പറയുന്നുണ്ട്. ഇത് കേൾക്കുമ്പോഴേക്കും സച്ചിക്ക് അങ്ങ് ഭയങ്കരമായിട്ട് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. ദേ പൗഡർ ഏട്ടത്തി, നിങ്ങളുടെ കെട്ടിയോനാണ് അങ്ങനെ എടുത്തോണ്ട് ഓടിപ്പോയി ശീലമുള്ളത്. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ എന്നെക്കുറിച്ച് പറയല്ലേ. ഞാൻ അപ്പോഴേ നിന്നോട് പറഞ്ഞല്ലോ, ഞാൻ ആ ഓട്ടക്കാരനെ അന്വേഷിച്ചിട്ട് വന്നതാണെന്ന്. പിന്നെയും എന്നെ സംശയിക്കാൻ നിൽക്കില്ലെന്നൊക്കെ പറയുന്നുണ്ടേ. അപ്പോഴേക്ക് രേവതി പറയുന്നുണ്ട്, സച്ചിയേട്ടൻ മിണ്ടാതിരിക്കെ, ഞാൻ തന്നെ അവരുടെ റൂമിലൊക്കെ പോയി നോക്കാമെന്നും പറഞ്ഞ് രേവതിയും വർഷയും കൂടി ചെന്നിട്ട് അവിടെയെല്ലാം നോക്കുന്നുണ്ട് കേട്ടോ. എന്നാൽ അങ്ങനെയൊരു മാല പോലും ഇല്ലെന്നുള്ള സത്യം ആർക്കും അറിയില്ലല്ലോ. അവിടെയൊന്നും അന്വേഷിച്ചിട്ട് കിട്ടിയില്ലെന്നും പറഞ്ഞിട്ട് വരുന്നുണ്ട്. അപ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട്, ആൻറ്റി,
എന്തായാലും ആ മാല എനിക്ക് ഉറപ്പായിട്ടും കിട്ടുക തന്നെ വേണം. അത് എത്ര വിലപ്പെട്ടതാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. ഇനിയിപ്പോൾ അത് കണ്ടുപിടിക്കാൻ പോലീസിൽ അറിയിക്കേ നിവർത്തിയുള്ളൂ. അവര് തന്നെ സച്ചിയെ കൊണ്ട് പറയിപ്പിച്ചോളൂ എന്ന് ശ്രുതി പറയുന്നുണ്ട്. ഈ സമയം വർഷ പറയുന്നുണ്ട്, ദേ ശ്രുതി ചേച്ചി, നിങ്ങൾ എന്തിനാ ഏത് നേരവും സച്ചിയേട്ടൻ എടുത്തു എന്ന് പറയുന്നത്? നിങ്ങൾ കണ്ടോ സച്ചിയേട്ടൻ എടുക്കുന്നത്? അതെ, ഞാൻ കണ്ടു. എൻ്റെ റൂമിൽ നിന്ന് അവൻ ഇന്നലെ ഇറങ്ങി വരുന്നത് കണ്ടതാ. പിന്നെ അതിനകത്ത് എന്താ, ഞാൻ അവനെ സംശയിക്കുന്നതിനകത്ത് എന്താ പ്രശ്നം എന്ന് ശ്രുതിയും ചോദിക്കുന്നുണ്ട്. വർഷ ഇപ്പൊ പറയുന്നുണ്ട്, ദേ നിങ്ങൾ എന്തായാലും സച്ചിയേട്ടനെയും രേവതി ചേച്ചിയെയും എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് കുറ്റപ്പെടുത്താൻ വേണ്ടി ഇരിക്കുകയാണല്ലോ. അവരൊരിക്കലും അന്യരുടെ ഒന്നും ആഗ്രഹിക്കില്ലെന്ന് എല്ലാവർക്കും അറിയാം. അവര് രണ്ടുപേരും അധ്വാനിച്ച് തന്നെയാണ് ജീവിക്കുന്നത്. ഈ സമയം ശ്രുതി പറയുന്നുണ്ട്, കണ്ടോ ആൻറ്റി, എൻ്റെ മാല പോലും മോഷണം പോയിട്ടും എല്ലാവരും എന്നെ ഒറ്റപ്പെടുത്തി കുറ്റപ്പെടുത്താൻ വേണ്ടിയിട്ടാ മുന്നിൽ നിൽക്കുന്നത്. ഇപ്പോൾ എൻ്റെ മാല കണ്ടുപിടിക്കാനായിട്ട് ആരും ഒന്നിനും തയ്യാറാവുന്നില്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് ചന്ദ്രമതിയുടെ മുമ്പിൽ പോയി നിന്നിട്ട് ശ്രുതി ഇങ്ങനെ കരഞ്ഞു കാണിക്കുന്നുണ്ട്. ഒന്നും മിണ്ടാതെ നിൽക്കുന്ന രവിയുടെ അടുത്തേക്ക് സച്ചി എന്നിട്ട് പറയുന്നുണ്ട്, അച്ഛാ, അച്ഛൻ അറിയാമല്ലോ, ഞാൻ അങ്ങനെ ഒരാളുടെയും പണം ആഗ്രഹിക്കില്ലെന്നും ഒന്നും മോഷ്ടിക്കില്ലെന്നുള്ളത്. ചെറുപ്പം മുതലേ എൻ്റെ അച്ഛമ്മ എന്നെ അങ്ങനെ തന്നെയാണ് പഠിപ്പിച്ചിട്ടുള്ളത്. ഞാൻ അവളുടെ നെക്ലേസ് എടുത്തിട്ടും ഇല്ലാന്ന് സച്ചി പറയുന്നുണ്ട്. ഈ സമയം രവി പറയുന്നുണ്ട്, മോളെ ശ്രുതി, സച്ചി പറഞ്ഞത് കേട്ടില്ലേ? അവൻ ഒരിക്കലും മോളുടെ സ്വർണം എടുക്കില്ലെന്ന് എനിക്കറിയാം. മോളെ, വെറുതെ തെറ്റിദ്ധാരണയുടെ പേരിൽ സച്ചിനെ പോലീസ് സ്റ്റേഷനിൽ കയറ്റുന്നതും നമ്മുടെ വീട്ടിൽ പോലീസുകാർ വരുന്നതും അതൊന്നും അത്ര നല്ലതല്ലെന്ന് പറയുന്നുണ്ട്. ഈ സമയവും ശ്രുതി ഒന്നും മിണ്ടാതിങ്ങനെ നിൽക്കുകയാണ്. എന്നാ ചന്ദ്രൻ, നീ ഒന്ന് പറഞ്ഞു മനസ്സിലാക്കിക്കൊട്. എന്തെങ്കിലും തെറ്റിദ്ധാരണപ്പുറത്ത് പോലീസിനെയൊക്കെ അറിയിക്കണമെന്നേ. ചന്ദ്രമതി അപ്പോൾ പറയുന്നുണ്ട്, ദേ രവിയേട്ടാ, ഈ കാര്യത്തിനകത്ത് ആരും ഇടപെടണ്ട. ശ്രുതിയുടെ അച്ഛൻ കൊടുത്ത മാലയാണ് കാണാതെ പോയിരിക്കുന്നത്. പിന്നെ ഇവൻ ഇന്നലെ ആ റൂമിൽ കയറിയത് ശ്രുതി കണ്ടതുവാ. പിന്നെ പോലീസുകാർ വരട്ടെ, അപ്പോൾ അവനെ കൊണ്ട് സത്യം പറയിപ്പിച്ചോളുമല്ലോ. എന്തായാലും ശ്രുതിക്ക് ആ മാല കിട്ടിയേ മതിയാവൂ. പിന്നെ ഇവന് രവിയേട്ടൻ എന്താ പറയുന്നത്? ഇവൻ പോലീസ് സ്റ്റേഷനിൽ കയറി ഇറങ്ങുന്നത് പുതിയ കാര്യമൊന്നുമല്ലല്ലോ. അവൻ ഇടയ്ക്കിടയ്ക്ക് പോലീസ് സ്റ്റേഷനിലൊന്ന് കയറി ഇറങ്ങിയില്ലെങ്കിൽ അവനും സമാധാനം ഉണ്ടാവില്ല. ഒന്ന് പോയിട്ട് വരട്ടെ എന്നും പറഞ്ഞ് ചന്ദ്ര ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ഈ സമയം ശ്രുതി പറയുന്നുണ്ട്, ദേ അമ്മ പറഞ്ഞത് തന്നെയാണ് കറക്റ്റ്. ഇവനേതായാലും പോലീസ് സ്റ്റേഷൻ പുതിയതൊന്നും അല്ലല്ലോ. ശ്രുതിയുടെ മാല മോഷ്ടിച്ചത് ഇവൻ തന്നെയായിരിക്കും. നീലിമ കൊണ്ടുവന്ന ആ 55 ലക്ഷം രൂപയ്ക്ക് ഇവന് ഷെയർ കിട്ടിയില്ലെന്നും പറഞ്ഞായിരുന്നല്ലോ പ്രശ്നം മുഴുവൻ ഉണ്ടാക്കിയത്. ശ്രുതിയുടെ സ്വർണം വിറ്റ് ആ ഷെയർ അങ്ങ് ഒപ്പിച്ചേക്കാന്ന് ഓർത്ത് ഇവൻ ചെയ്തതായിരിക്കും എന്ന് പറയുന്നുണ്ട്. ഇത് കേട്ടിട്ട് ദേഷ്യം വന്ന് സച്ചിയാണെങ്കിൽ ശ്രുതിയുടെ കോളറിന് കയറി അങ്ങ് പിടിക്കുന്നുണ്ട് കേട്ടോ. ദേ ഓടിപ്പോയവനെ, നീ ആവശ്യമില്ലാതെ എന്നെ പറയരുത്. എടുത്തുകൊണ്ട് പോകുന്നതും മറ്റുള്ളവരെ ചതിക്കുന്നതും ഒക്കെ നിനക്കും നിന്റെ പെണ്ണും പിള്ളയ്ക്കും പറഞ്ഞിട്ടുള്ള പണിയാ. അല്ലാതെ ഇതൊന്നും എനിക്കറിയില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് തന്നെ പോലീസുകാര് വീട്ടിലേക്ക് എത്തുന്നുണ്ട്. അങ്ങനെ പോലീസുകാർ വന്ന് കാര്യങ്ങൾ പറഞ്ഞ് സച്ചിയെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ. എന്നാൽ രവിയാണെങ്കിൽ ഒന്നും മിണ്ടാതെ ഇങ്ങനെ നിൽക്കുകയാണ്. രേവതി ചെന്നിട്ട് വീണ്ടും പറയുന്നുണ്ട്, ശ്രുതി, നിന്റെ ഭർത്താവിൻ്റെ അനിയനാണ്. ഒന്നുമല്ലെങ്കിലും എന്തെങ്കിലും വീട്ടിൽ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് സംസാരിച്ച് തീർക്കാമല്ലോ. സച്ചേട്ടൻ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. ഇവിടെ എവിടെയെങ്കിലും കാണും ശ്രുതി ഒന്ന് പറയുന്നു പറഞ്ഞിട്ട് രേവതി ഇങ്ങനെ പറയുന്നുണ്ടെങ്കിലും ഈ ശ്രുതിയും ഒന്നും മൈൻഡ് ചെയ്യാതെ ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. അങ്ങനെ സച്ചിയും കൊണ്ട് പോലീസുകാർ പോയി കഴിയുമ്പോഴേക്കും രേവതി പറയുന്നുണ്ട്, എന്തായാലും എൻ്റെ സച്ചിയേട്ടൻ നിരപരാധിയാണെന്നുള്ളതേ ഞാൻ തന്നെ എല്ലാവരുടെയും മുമ്പിൽ തെളിയിക്കുകയും ചെയ്യും. സച്ചിയേട്ടനെ സ്റ്റേഷനിൽ നിന്ന് ഇറക്കുകയും ചെയ്യുമെന്നും പറഞ്ഞ് ശപഥം എടുത്തിട്ടാണ് നമ്മുടെ രേവതി അവിടെ നിന്ന് അങ്ങ് പോകുന്നത്. അങ്ങനെ ശ്രുതി ഭയങ്കര സന്തോഷത്തിൽ ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. എന്തായാലും ഇന്നുകൊണ്ട് ആ സച്ചിയുടെ ശല്യം കുറേ ദിവസത്തേക്കിന് ഒഴിവായി കിട്ടി. എന്തായാലും ഇനിയിപ്പോൾ അവനും അവളും കൂടി എൻ്റെ പുറകെ വരില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര സന്തോഷത്തോടു കൂടി ഇങ്ങനെ നിൽക്കുകയാണ്. അങ്ങനെ ശ്രുതിയാണെങ്കിൽ മീരയെ വിളിക്കുന്നുണ്ട് കേട്ടോ. മീരയെ വിളിച്ചിട്ട് പറയുന്നുണ്ട്, മീരെ, ഞാൻ നിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്ന ആ നെക്ലേസ്
നീ തന്നെ ആ പാർലറിൽ എവിടെയെങ്കിലും സൂക്ഷിച്ചു വെച്ചിരിക്കണം. മറ്റാരുടെയും കയ്യിൽ കിട്ടാനും പാടില്ല എന്ന് പറയുന്നുണ്ട്. എന്നാൽ മീരയുടെയും ശ്രുതിയുടെയും കൂടി സംഭാഷണം നമ്മുടെ രേവതി കേൾക്കുന്നുണ്ട് കേട്ടോ. രേവതി ഇത് കേട്ടിട്ട് ആകെ അങ്ങ് ഷോക്കായി പോവാണ്. ഒരു വീട്ടിലിരുന്നിട്ട് ഇവള് സ്വന്തം സഹോദരങ്ങളോട് പോലും ഇങ്ങനെയാണല്ലോ ചെയ്യുന്നത്. അപ്പോൾ ഇവളുടെ നെക്ലേസ് പാർലറിൽ വെച്ചിരിക്കുകയാണല്ലേ. എന്തായാലും നിന്നെ ഒന്ന് ഞാൻ വെറുതെ വിടില്ലടിയെന്ന് പറഞ്ഞിട്ട് മനസ്സിൽ പറഞ്ഞിട്ട് രേവതി അവിടെ നിന്ന് അങ്ങ് പോകുന്നുണ്ട്. പോയതിന് ശേഷം നല്ലൊരു വക്കീലിനെ കണ്ട് സ്റ്റേഷൻ ജാമ്യത്തിൽ സച്ചിയെ കൂട്ടിയിട്ട് വീട്ടിലേക്കും വരുന്നുണ്ട്. അങ്ങനെ രേവതി സച്ചിയോട് പറയുന്നുണ്ട്, സച്ചിയേട്ടാ, അവൾ ആ പാർലറിനകത്ത് കൊണ്ടുപോയി ആ നെക്ലേസ് ഒളിപ്പിച്ച് വെച്ചിട്ടാണ് സച്ചിയേട്ടന് പേരിൽ ഇങ്ങനൊരു പഴിയിട്ടത്. എന്തായാലും എന്തിനായിരിക്കും അവൾ അങ്ങനെ ചെയ്തത്? സച്ചിയപ്പ പറയുന്നുണ്ട്, രേവതി, ഞാൻ അന്നേ പറഞ്ഞില്ലേ അവള് പക്ക ഫ്രോഡാണെന്നുള്ള കാര്യം. ഇവൾ ഇതല്ല ഇതിലപ്പുറവും ചെയ്യാൻ മടിക്കില്ല. എന്നാലും സച്ചിയേട്ടനെ കള്ളനാക്കിയിട്ട് എല്ലാവരുടെയും മുമ്പിൽ നാണം കെടുത്തിയിട്ട് അവളിരുന്ന് സന്തോഷിക്കുകയല്ലായിരുന്നോ? എന്തായാലും ഞാൻ അവളെ വെറുതെ വിടാൻ പോകുന്നില്ല സച്ചിയേട്ടാന്ന് പറയുന്നുണ്ട്. അതിനുശേഷം രേവതി പോയിട്ട് ശ്രുതിയുടെ ഡോറിന് മുട്ടുന്നുണ്ട്. എന്താ രേവതി, നിനക്കൊരു മാനേഴ്സും ഇല്ലേ? വാതിൽ വന്നിട്ട് ഇതുപോലെ തല്ലി പൊളിക്കാനായിട്ടെന്ന് പറഞ്ഞ് ശ്രുതി ദേഷ്യപ്പെട്ടിട്ടാണ് വരുന്നത്. അതെ, നിനക്കുള്ളതൊക്കെ ഞാൻ തരാം. നീ എന്നാലും ഇത്ര മനസാക്ഷി ഇല്ലാത്തവളായി പോയല്ലോടി. സ്വന്തം കുടുംബത്തിലിരുന്നിട്ട് പുറത്തുനിന്ന് കുത്തുന്ന പരിപാടിയാ നീ ചെയ്തു വെക്കുന്നല്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് രേവതി അവിടെ കിടന്ന് ഒച്ച വയ്ക്കുന്നുണ്ട്. എന്താ രേവതി, നീ എന്താന്ന് വെച്ചാ കാര്യം പറയുന്ന ശ്രുതി പറയുന്നുണ്ട്. അപ്പോഴേക്ക് സച്ചിയെ കണ്ടിട്ട് ശ്രുതി ചോദിക്കുന്നുണ്ട്, അല്ല, ഇവനെ പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയതല്ലേ, പിന്നെ ഇവനെങ്ങനെ ഇപ്പൊ ഇവിടെ വന്നത്? എന്താ ശ്രുതിയുടെ മാലയും കൊണ്ടാണോ രണ്ടുപേരും കൂടി വന്നേക്കുന്നതെന്ന് ചോദിക്കുകയാണ്. ഈ സമയം രേവതി പറയുന്നുണ്ട്, അതെ, എൻ്റെ സച്ചിയേട്ടൻ കള്ളനൊന്നുമല്ല, പേരും കള്ളിയായിട്ടുള്ളതേ നിങ്ങളുടെ ഭാര്യ തന്നെയാണ്. അവള് പേരും കള്ളിയല്ല, ഭയങ്കര ക്രിമിനൽ കൂടിയാണെന്നൊക്കെ പറഞ്ഞിട്ട് ശ്രുതിയെ ഇങ്ങനെ പറയുകയാണേ. ഈ സമയം ചന്ദ്രമതി അങ്ങോട്ടേക്ക് വന്നിട്ട് പറയുന്നുണ്ട്, എന്താടി പൂ കെട്ടുന്നവളെ, ഈ നടുമുറ്റത്ത് വന്ന് കിടന്നുണ്ട് ഒച്ച വയ്ക്കാനും മാത്രം നിന്റെ നാക്കിന് നീളമായോ? ദേ രവിയേട്ട, ഇവക്ക് വട്ടു പിടിച്ചെന്നാ തോന്നുന്നത്. എന്നാൽ രേവതി പറയുന്നുണ്ട്, ദേ അമ്മേ, എനിക്ക് വട്ടു പിടിച്ചിട്ടൊന്നുമില്ല. ഇനിയിപ്പോ ഈ വീട്ടില് ഇങ്ങനെയുള്ളവരുടെ കൂടെ താമസിച്ചാല് ചിലപ്പോ ഭ്രാന്ത് പിടിച്ചു പോയേക്കോന്ന് പറയുന്നുണ്ടേ. എന്താടി നിന്റെ നാക്കിന്റെ നീളം അങ്ങ് കൂടി പോകുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് ചന്ദ്രമതി മുമ്പിലേക്ക് വരുമ്പോഴേക്കും രേവതി പറയുന്നുണ്ട്, ദേ അമ്മേ, അമ്മ ഇനി മിണ്ടരുത്. സച്ചേട്ടനെ ഇവിടെ വന്ന് പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയപ്പോൾ ഈ അമ്മയുടെ നാക്കിന്റെ നീളമൊന്നും ഇങ്ങോട്ടേക്ക് കണ്ടില്ലല്ലോ. എന്താ മോനെയും മലേഷ്യക്കാരും മരുമകളെയും മാത്രം പറയുമ്പോൾ അമ്മയ്ക്ക് അങ്ങ് നാക്ക് നീണ്ടു വരുന്നുണ്ടല്ലോ. പിന്നെ എൻ്റെ സച്ചിയേട്ടൻ ഒരു തെറ്റും ചെയ്യാതെ പോലീസുകാർ ഈ വീട്ടിൽ നിന്ന് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയപ്പോഴേ എത്രത്തോളം മനസ്സ് വേദനിച്ചാണ് ഞാൻ ഇവിടെ നിന്നതെന്നറിയോ? അപ്പോൾ ഇനി എനിക്ക് പറയാനുള്ളത് കേട്ടിട്ട് എല്ലാവരും ഇവിടെ സംസാരിച്ചാൽ മതിയെന്ന് രേവതി പറയുന്നുണ്ട്. ഇത് രേവതി, എൻ്റെ 2.5 പവൻ്റെ നെക്ലേസ് ആണ് ഇവിടെ നിന്ന് മോഷണം പോയത്. സച്ചി റൂമിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നത് നീയും കണ്ടതാണല്ലോ, പിന്നെ നീ എന്തിനാ എൻ്റെ അടുത്ത് ദേഷ്യപ്പെടുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. ഈ സമയം രവിയും വന്നിട്ട് പറയുന്നുണ്ട്, മോളെ രേവതി, ഇന്നേ വരെ ഈ വീട്ടിൽ ഇതുപോലെ ദേഷ്യപ്പെട്ടോ ഒച്ചയിട്ടോ ഇതുവരെ അച്ഛൻ കണ്ടിട്ടില്ല. എന്താ മോളെ, എന്താ പ്രശ്നം എന്ന് ചോദിക്കുന്നുണ്ട്. അതെ അച്ഛാ, ഇവിടെ നടക്കുന്നതെല്ലാം വലിയ തെറ്റുകളാണ്. ഈ നിൽക്കുന്ന ശ്രുതി നല്ല രീതിയിൽ അഭിനയിക്കുന്നുണ്ട്. അച്ഛാ, ആ നെക്ലേസ് സച്ചിയേട്ടൻ എടുത്തിട്ടില്ല എന്ന് പറയുന്നുണ്ട്. ഇത് കേൾക്കുമ്പോഴേക്കും ചന്ദ്രമതി വന്നിട്ടേക്കുന്നുണ്ട്, ഓ, സച്ചി എടുത്തിട്ടില്ലെങ്കിൽ പിന്നെ നീയാണോടി ആ നെക്ലേസ് മോഷ്ടിച്ചുകൊണ്ട് പോയത്? ദേ അമ്മേ, അമ്മയുടെ മോൻ്റെയും മലേഷ്യക്കാരി മരുമകളുടെ അത്രയൊന്നും ഫ്രോഡ് പണികളൊന്നും എനിക്കറിയില്ല. എനിക്കും എൻ്റെ സച്ചിയേട്ടനും അതിൻ്റെ ആവശ്യമില്ല. ദേ അച്ഛാ, ഇവളാണ് എല്ലാം ഒപ്പിച്ചു വെച്ചത്. സച്ചിയേട്ടനെ കള്ളനാക്കാനും പോലീസ് സ്റ്റേഷനിൽ കയറ്റാനും വേണ്ടിയിട്ട് ഇവളുടെ നെക്ലേസ് കൊണ്ടുപോയി പാർലറിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുകയാണ്. ഇത് കേട്ടിട്ട് സുധി അങ്ങോട്ടേക്ക് വരുന്നുണ്ട് കേട്ടോ. ആഹാ, കൊള്ളാവല്ലോ, ഭാര്യയുടെയും ഭർത്താവിൻ്റെയും കൂടിയിട്ടുള്ള നാടകം എന്തായാലും ഭംഗിയാവുന്നുണ്ട്. എന്താടി, ഭർത്താവിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ശ്രുതിയുടെ മേലിൽ പഴി ചാരുവാണോ എന്ന് ചോദിക്കുകയാണ്. ആരാരെയാണ് കുറ്റപ്പെടുത്തുന്നതെന്നും ഡ്രാമ കളിക്കുന്നതെന്നും ഒക്കെ ഇപ്പം തന്നെ ഞാൻ തെളിയിച്ച് കാണിക്കാം.
അച്ഛാ, ദേ ഈ നിൽക്കുന്ന ഇവള് തന്നെയാണ് എല്ലാ പ്രശ്നങ്ങളും ഉണ്ടാക്കിയതെന്നേ. ഇത് കേട്ടിട്ട് ശ്രുതി പറയുന്നുണ്ട്, ദേ രേവതി, നീ ആവശ്യമില്ലാത്ത കാര്യത്തിന് വീണ്ടും എൻ്റെ തലയിലേക്ക് എടുത്തിടരുത്. ആൻറ്റി, എൻ്റെ മാല അച്ഛൻ മരിച്ച വിഷമത്തില് ഇരിക്കുമ്പോഴാണ് എൻ്റെ അച്ഛൻ തന്ന മാല പോലും മോഷണം പോയിരിക്കുന്നത്. ഈ സമയം ഇവരെന്നെ കള്ളിയും കൂടി ആക്കുന്ന കണ്ടോന്ന് പറയുന്നുണ്ട്. ഇത് കേൾക്കുമ്പോഴേക്ക് രേവതിക്ക് അങ്ങ് ദേഷ്യം വരികയാണ് കേട്ടോ. ചി, നിർത്തടി നിന്റെ അഭിനയം. നീ കള്ളങ്ങളിനകത്ത് ജനിച്ചിട്ട് കള്ളങ്ങൾ കൊണ്ട് മാത്രം ജീവിക്കുന്നവളാണ് നീ. എന്നിട്ട് എൻ്റെ സച്ചിയേട്ടന് ആവശ്യമില്ലാതെ നീ സ്റ്റേഷനിൽ വരെ കയറ്റിയല്ലേ. നീ അച്ഛൻ കാല് പിടിച്ചു പറഞ്ഞില്ലേ നിന്നോട്? ഞാൻ കരഞ്ഞു പറഞ്ഞില്ലേ പോലീസ് സ്റ്റേഷനിൽ ആക്കരുതെന്നുള്ള കാര്യം? എന്നിട്ട് പോലും നീ അത് മൈൻഡ് ചെയ്തില്ലല്ലോ. ഇത്രയും കള്ളത്തരങ്ങൾ കാണിച്ചു കൂട്ടാനും വേണ്ടി മാത്രം നീ ഒരു പെണ്ണാണോടിന്നൊക്കെ രേവതി ചോദിക്കുന്നുണ്ട്. രേവതി, നീ എന്തൊക്കെയായി പറയുന്നത്? ഞാൻ എന്തിനാ എൻ്റെ നെക്ലേസ് എടുത്തും പാത്തു വെക്കുന്നത്? അങ്ങനത്തെ പണിയൊന്നും എനിക്കറിയില്ല. നിന്റെ ഭർത്താവ് തന്നെയാ അത് ചെയ്തതെന്ന് പറയുന്നുണ്ട്. ദേ ശ്രുതി, അദ്ദേഹത്തെക്കുറിച്ച് പേരെടുത്ത് പറയാൻ പോലും യോഗ്യതയില്ലാത്തവളാണ് നീ. ഈ സമയം ശ്രുതി പറയുന്നുണ്ട്, ദേ നിന്നെ പോലെ വഴിയിലിരുന്ന് പൂ കെട്ടി ജനിച്ചു വന്നവളല്ല ഈ നിൽക്കുന്ന ശ്രുതി. ഇവള് ഡീസൻ്റ് ആയിട്ടുള്ളവളാണ്. ഇങ്ങനെ ഉള്ള ഫ്രോഡ് പണികളൊന്നും ശ്രുതി ചെയ്യുകയില്ല. ദേ അമ്മ ഇത് കേട്ടില്ലേ, ഇവളെന്തൊക്കെയാണ് ഈ വിളിച്ചു പറയുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് ശ്രുതിയും രേവതിയുടെ നേരെ ദേഷ്യപ്പെടുന്നുണ്ട്. ഇത് കേട്ടിട്ട് ചന്ദ്രമതി പറയുന്നുണ്ട്, എടി പൂ കെട്ടുന്നവളെ, നീ നിന്റെ വാ അടയ്ക്കാനാ പറഞ്ഞത്. നിന്റെ കെട്ടിയോൻ തന്നെയാടി. അവനാണ് ശ്രുതിമോളുടെ റൂമിൽ കയറിയിട്ട് നെക്ലേസ് മോഷ്ടിച്ചത്. എന്നിട്ടിപ്പോ ശ്രുതിമോളെ കള്ളിയാക്കാൻ നോക്കുന്നതും. എന്തായാലും അവൾ അങ്ങനെയൊന്നും ചെയ്യില്ല. അവളെ ഇഷ്ടം പോലെ പണം കണ്ട് കോടീശ്വരന്റെ വീട്ടില് ജനിച്ച് മലേഷ്യയിൽ വളർന്നവളാണ്. എന്നാൽ നിന്റെ ഭർത്താവ് അങ്ങനെയാണോ? അവന് പോയി ജയിലിൽ കിടന്നിട്ട് കണ്ട കള്ളന്മാരുടെ കൂടെയാണ് ജീവിച്ച് വളർന്നു വന്നത്. അവൻ അതല്ല അതിലപ്പുറവും ചെയ്യുമെന്ന് ചന്ദ്രമതി പറയുന്നുണ്ട്. ഇത് കേൾക്കുമ്പോൾ നമ്മുടെ സച്ചിക്ക് ആകെ അങ്ങ് വിഷമമാവുകയാണ് കേട്ടോ. സച്ചി പറയുന്നുണ്ട്, ദേ അമ്മേ, എന്തായാലും നിങ്ങൾ എന്നെ മകനായിട്ട് അംഗീകരിച്ചിട്ടില്ലെങ്കിലും നിങ്ങളുടെ വയറ്റിൽ തന്നെ പിറന്നവനല്ലേ ഞാൻ. നിങ്ങൾ എന്നെ തള്ളി പറഞ്ഞിട്ട് ഇന്നലെ വന്ന നിങ്ങളുടെ മരുമകൾക്ക് വേണ്ടിയിട്ട് സംസാരിക്കാൻ വേണ്ടി നിങ്ങൾക്ക് നാണമില്ലേ എന്നൊക്കെ ചോദിച്ചിട്ട്, അച്ഛൻ ഇവർ പറയുന്നത് കേട്ടില്ലേന്നും പറഞ്ഞ് സച്ചി ഇങ്ങനെ കണ്ണു തുടയ്ക്കുന്നുണ്ട്. ഈ സമയം രവി പറയുന്നുണ്ട്, ദേ ചന്ദ്രൻ, ഇനി നീ ഒരക്ഷരം വാ തുറന്ന് മിണ്ടിയാൽ നീ എൻ്റെ കൈയുടെ ചൂടറിയും. ഇത്രയും വലിയ മക്കളുണ്ടല്ലോ എന്ന് കരുതിയാണ് നിന്നെ ഞാൻ ഇതുവരെയും മര്യാദ പഠിപ്പിക്കാനായിട്ട് നിൽക്കാത്തത്. സച്ചി ആവശ്യമില്ലാതെ ഇനി എന്തെങ്കിലും പറഞ്ഞാലെന്നും പറഞ്ഞ് രവി ചന്ദ്രയുടെ നേരെ അങ്ങ് ചെല്ലുകയാണ് കേട്ടോ. ഈ സമയം ചന്ദ്രമതി മിണ്ടാതെ അങ്ങ് നിൽക്കുന്നുണ്ട്. എന്നാൽ ശ്രുതി പറയുന്നുണ്ട്, രേവതി, വെറുതെ നീ എന്തിനാണ് നിന്റെ ഭർത്താവ് ചെയ്ത തെറ്റിന് വീണ്ടും എന്നെ എല്ലാവരുടെയും മുമ്പിൽ കള്ളിയാക്കാൻ നോക്കുന്നത്? പിന്നെ ഞാൻ അങ്ങനെ ഒരു പണി ചെയ്യത്തുമില്ല. ഇത് തെളിയിക്കാൻ വേണ്ടിയിട്ട് നിന്റെ കയ്യിൽ എന്തെങ്കിലും തെളിവുണ്ടോയെന്ന് ചോദിക്കുന്നുണ്ട്. ഓ, നിനക്ക് വേണ്ടത് തെളിവാണല്ലേ? തെളിവുമായിട്ട് ഇപ്പം എത്തേണ്ടവരിങ്ങ് എത്തുമെന്ന് രേവതി പറയുന്നുണ്ട്. അങ്ങനെ എല്ലാവരും നോക്കി നിൽക്കുമ്പോൾ പോലീസുകാർ നമ്മുടെ ചന്ദ്രോദയത്തിലേക്ക് എത്തുന്നുണ്ട്. അങ്ങനെ പോലീസുകാർ നേരെ വന്നിട്ട് ശ്രുതിയുടെ അടുത്തേക്കാണ് വിട്ടത് വരുന്നത്. എന്താ മാഡം നിങ്ങൾ ഉദ്ദേശിച്ചിരിക്കുന്നത്? പോലീസുകാർ വെറുതെ ഒരു പണിയും ഇല്ലാതെ അവിടെ കുത്തിപ്പിരിച്ചിരിക്കുകയാണെന്നോ? നിങ്ങൾ കാണിക്കുന്ന കള്ളത്തരങ്ങൾക്കും ഫ്രോഡ് തരങ്ങൾക്കും വേണ്ടിയിട്ട് നിരപരാധികളായ ആളുകളെ പിടിച്ച് ഞങ്ങൾ സ്റ്റേഷനിൽ വെക്കേണ്ടി വരുന്നു. അതിനൊക്കെ എന്തായാലും നിങ്ങൾ സമാധാനം പറഞ്ഞേ മതിയാവൂ. എന്തായാലും നിങ്ങളെ ഞങ്ങൾ അറസ്റ്റ് ചെയ്യാണെന്ന് പറഞ്ഞിട്ട് ശ്രുതിനെയാണ് കേട്ടോ പോലീസുകാർ കയറി അങ്ങ് പിടിക്കുന്നത്. ഇത് കാണുമ്പോൾ എല്ലാവരും ഇങ്ങനെ ഷോക്കായി നിൽക്കുകയാണ്. വർഷം ഓടി വന്നിട്ട് ചോദിക്കുന്നുണ്ട്, രേവതി ചേച്ചി, ഇപ്പൊ എന്തൊക്കെയാ ഇവിടെ നടക്കുന്നത്? ഇപ്പൊ വലിയ ട്വിസ്റ്റ് ആയല്ലോ, എന്താ ഇതിനകത്തെ ട്വിസ്റ്റ് എന്ന് ചോദിക്കുന്നുണ്ട്. ഈ സമയം രേവതി പറയുന്നുണ്ട്, ഇവള് തന്നെയാണ് ഇവളുടെ നെക്ലേസ് കൊണ്ടുപോയി ഇവളുടെ പാർലറിൽ ഒളിപ്പിച്ചു വെച്ചത്. ഇതിന്റെ പോലീസുകാർ തന്നെയാണ് അത് പോയി തപ്പിയെടുത്തതെന്ന് പറയുന്നുണ്ട്. ഇത് കേൾക്കുമ്പോഴേക്കും പോലീസുകാർ രവിയുടെ അടുത്തേക്ക് വന്നിട്ട് പറയുന്നുണ്ട്, സാർ, ഞങ്ങളോട് ക്ഷമിക്കണം. നിരപരാധിയായ സച്ചിനെ അറസ്റ്റ് ചെയ്യേണ്ടി വന്നതിൽ ഞങ്ങൾ ക്ഷമ ചോദിക്കുന്നുണ്ട്. ഒരു പെണ്ണ് വന്നിട്ട് ഇതുപോലെ അവളുടെ മാല മോഷണം പോയെന്നും അവരുടെ റൂമിൽ നിന്ന് ഇയാൾ ഇറങ്ങി പോകുന്ന കണ്ടുവെന്നും പറയുമ്പോൾ ഞങ്ങൾക്ക് കേസെടുക്കുകയല്ലാതെ മറ്റു നിവൃത്തിയില്ലല്ലോ. അതുകൊണ്ട് സംഭവിച്ചു പോയതാണ്.
എന്നാ ഇയാൾക്ക് കിട്ടിയിരിക്കുന്ന ഇവള് ഭാര്യയുണ്ടല്ലോ, എന്തായാലും ഇവള് ദേവതയാണ്. ഇതുപോലൊരു ഭാര്യയെ കിട്ടാൻ വേണ്ടിയിട്ട് ഏതൊരു ഭർത്താവിനും ദൈവനിയോഗം തന്നെ വേണം. അതുകൊണ്ടാണ് സാർ ഈ കുട്ടി ഇദ്ദേഹത്തിന്റെ മാനം രക്ഷിച്ചതെന്ന് പറഞ്ഞിട്ട് നടന്ന സംഭവങ്ങളൊക്കെ പറയാണ് കേട്ടോ. ഇവള് തന്നെയാണ് ഇവളുടെ പാർലറിൽ കൊണ്ടുപോയി നെക്ലേസ് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത്. പാർലറിലെ ജീവനക്കാരിയെ ഞങ്ങൾ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ടെന്ന് പറയുകയാണേ. എല്ലാവരും നോക്കി നിൽക്കുന്ന സമയത്ത് പോലീസുകാര് മീരയെ ജീപ്പിൽ നിന്ന് ഇങ്ങ് ഇറക്കുകയാണ്. മീര വന്നിട്ട് പറയുന്നുണ്ട്, ശ്രുതി, ഇവര് വന്ന് ക്വസ്റ്റ്യൻ ചെയ്ത സമയത്ത് എനിക്കെല്ലാ സത്യവും പറയേണ്ടി വന്നു. ഇല്ലെങ്കിൽ ഞാൻ കള്ളിയാവില്ലേ, എന്നെ ഇവര് അറസ്റ്റ് ചെയ്യില്ലേ. അതുകൊണ്ട് നീ തന്നെയാണ് ഇവിടെ നെക്ലേസ് കൊണ്ട് വെച്ചിരിക്കുന്നതെന്നുള്ള കാര്യം ഞാൻ പറഞ്ഞു എന്ന് പറയാട്ടോ. ഇത് കേൾക്കുമ്പോഴേക്കും ശ്രുതി ആകെ അങ്ങ് ഞെട്ടിപ്പോവാണ്. എല്ലാവരുടെയും മുമ്പിൽ പിടിക്കപ്പെട്ടു എന്നുള്ള സത്യം മനസ്സിലാക്കിക്കൊണ്ട് ബാക്കിയുള്ളവരെല്ലാം ഞെട്ടി ഇങ്ങനെ ഷോക്കായി നിൽക്കുകയാണ്, നമ്മുടെ ചന്ദ്രമതി അടക്കം. ഈ സമയം ശ്രീകാന്ത് ചോദിക്കുന്നുണ്ട്, എന്താ രേവതി ചേച്ചി ഇതൊക്കെ? അപ്പോ സച്ചിയേട്ടൻ മാല മോഷ്ടിച്ചിട്ടില്ല, ഇവര് തന്നെയാണോ അതെടുത്ത് വെച്ചത്? എന്തിനാ ശ്രുതി ചേച്ചി അങ്ങനെയൊക്കെ ചെയ്തതെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോഴേക്ക് രേവതി പറയുന്നുണ്ട്, അതെ ശ്രീ, സച്ചിയേട്ടൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. എന്തായാലും ഈ ശ്രുതി ഈ നിൽക്കുന്ന മീരയുമായിട്ട് ഫോണിൽ സംസാരിക്കുന്നത് ഞാൻ കേട്ടത് കൊണ്ട് മാത്രമാണ് സച്ചിയേട്ടന്റെ നിരപരാധിത്വം എനിക്ക് തെളിയിക്കാൻ കഴിഞ്ഞത്. ഇവരുടെ സംസാരം ഞാൻ കേട്ടില്ലായിരുന്നെങ്കിൽ ചെയ്യാത്ത തെറ്റിന് എന്റെ സച്ചിയേട്ടൻ ദിവസങ്ങളോളം ജയിലിൽ കിടക്കേണ്ടി വന്നേനെ. ഈ സമയം വർഷ പറയുന്നുണ്ട്, ആഹാ, ശ്രുതി ചേച്ചി ആള് കൊള്ളാവല്ലോ, സ്വന്തം വീട്ടിൽ തന്നെ ഇത്രയും ഡ്രാമയൊക്കെ ഒരുക്കാൻ കഴിഞ്ഞല്ലോ എന്നൊക്കെ പറയുന്നുണ്ടേ. എന്തായാലും ആന്റിയുടെ മലേഷ്യക്കാര് മരുമകളല്ലേ, മലേഷ്യയിൽ ജനിച്ച് കോടീശ്വരിയായി ജീവിച്ചു വന്നതുകൊണ്ടായിരിക്കും അല്ലേ എന്നും പറഞ്ഞിട്ട് നമ്മുടെ ചന്ദ്രമതിക്കിട്ട് ശ്രുതി നമ്മുടെ വർഷ ഒരു കൊട്ടു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ സമയം ശ്രുതി പറയുന്നുണ്ട്, വർഷേ ദേ ഇവള് പറയുന്നതൊന്നും സത്യമല്ല, ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട്. എന്നാൽ ചന്ദ്രമതി അങ്ങോട്ടേക്ക് വന്നിട്ട് പറയുന്നുണ്ട്, നിർത്തടി ശ്രുതി, ഇത് നീ ഒന്നും ചെയ്യാഞ്ഞിട്ടാണോ പോലീസുകാരടക്കം നിന്റെ കൂട്ടുകാരെയും കൂട്ടി ഈ വീട്ടിൽ വന്ന് നിൽക്കുന്നത്? എന്തിനടി ഇങ്ങനെ ഒരു പണി ഒപ്പിച്ചോന്നും പറഞ്ഞിട്ട് ഒറ്റയടി അങ്ങ് കൊടുക്കാണ് കേട്ടോ നമ്മുടെ ശ്രുതിയുടെ കർണം നോക്കി. ഈ സമയം ശ്രുതി പറയുന്നുണ്ട്, അമ്മ എന്തിനാ ശ്രുതിയെ അടിക്കുന്നത്? ഇതെല്ലാം ഈ സച്ചിയും രേവതിയും കൂടി പ്ലാൻ ചെയ്തതായിരിക്കും എന്ന് പറയുന്നുണ്ട്. അപ്പോ രേവതി പറയുന്നുണ്ട്, അതെ, ഇങ്ങനെയുള്ളതൊക്കെ പ്ലാൻ ചെയ്യാനും നടപ്പിലാക്കാനും നിങ്ങൾക്കും നിങ്ങളുടെ വൈഫിനും മാത്രമേ കഴിയുള്ളൂ. ഇതെല്ലാം കണ്ടും കേട്ടും നമ്മുടെ രവീന്ദ്രനാണെങ്കിൽ ഭയങ്കര ദേഷ്യത്തിൽ ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. അങ്ങനെ ദേഷ്യത്തോടു കൂടി വന്നിട്ട് സുധിയുടെ കർണത്തിനിട്ടാണ് നമ്മുടെ രവി ഒറ്റ ഒരെണ്ണം അങ്ങ് കൊടുക്കുന്നത്. ദേ നീ ഈ നിൽക്കുന്ന ഈ അടി കിട്ടിയത് നിന്റെ ഭാര്യയ്ക്ക് വേണ്ടിയിട്ടാണ്. അവള് കാരണം ദേ ഇപ്പൊ നടുമുറ്റത്ത് പോലീസുകാർ വീട്ടിൽ കയറി ഇറങ്ങി നിൽക്കുന്നു. ഒരു ചെയ്യാത്ത തെറ്റിന് എൻ്റെ മകൻ ഒരു ദിവസം മുഴുവൻ പോലീസ് സ്റ്റേഷനിൽ ഇരിക്കേണ്ടി വന്നു. നീയൊക്കെ ഒരു പെണ്ണാണോടി? ഇവളെ നിയന്ത്രിക്കാൻ കഴിയാത്ത നീ എന്തിനാടാ ഭർത്താവാണെന്നും പറഞ്ഞ് നടക്കുന്നത്? എന്നിട്ട് എല്ലാത്തിനും കൂട്ടുനിന്നിട്ട് ഇപ്പോ വീണ്ടും നീ അവളുടെ ന്യായീകരണം പറഞ്ഞിട്ട് നാവിട്ടലയ്ക്കുന്നോന്നൊക്കെ പറഞ്ഞ് രവിയും പറയുന്നുണ്ട്. എന്നാൽ ശ്രുതി വീണ്ടും പറയുന്നുണ്ട്, അങ്കിൾ ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ലാന്നേ. നീ ഇനി ഈ വീട്ടിൽ വാ തുറന്നു പോകരുത്. സ്വന്തം കുടുംബത്തിലിരുന്ന് ഇത്രയും ദുഷ്ട കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് എങ്ങനെ സാധിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് രവി ഇങ്ങനെ ശ്രുതിയെ ഓരോന്നൊക്കെ പറയാണ് കേട്ടോ. എന്നാൽ പോലീസുകാർ പറയുന്നുണ്ട്, ക്ഷമിക്കണം സാർ, ഇതിനകത്ത് ഇടപെടുന്നതിനകത്ത് ഞങ്ങൾക്ക് കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട്. എന്നാലും രേവതി മാഡം തന്ന പരാതിയിന്മേൽ ഇവരെ ഞങ്ങൾക്ക് അറസ്റ്റ് ചെയ്തേ മതിയാവൂന്ന് പറഞ്ഞിട്ട് ശ്രുതിയെ വിലങ്ങ് വെച്ച് കൊണ്ടുപോവാണ് കേട്ടോ. അപ്പോഴേക്കും ശ്രുതി വീണ്ടും നമ്മുടെ രേവതിയോട് പറയുന്നുണ്ട്, രേവതി നീ കേസ് പിൻവലിക്ക്, നമുക്ക് എന്തെങ്കിലും സംസാരിച്ച് തീരുമാനമാക്കാന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും രേവതി ഒന്നും മൈൻഡ് ചെയ്യാതെ ഇങ്ങനെ അങ്ങ് നിൽക്കുകയാണ് കേട്ടോ. കാരണം ചെയ്യാത്ത തെറ്റിന് നമ്മുടെ സച്ചിയെ അറസ്റ്റ് ചെയ്തപ്പോഴും രേവതി കരഞ്ഞു പറഞ്ഞതാണ്, ഇതൊന്നും നമ്മുടെ ശ്രുതി കൂട്ടാക്കിയില്ലല്ലോ. എന്തായാലും ശ്രുതിയെ അറസ്റ്റ് ചെയ്ത് നേരെ ജയിലിലേക്ക് തന്നെയാണ് കൊണ്ടുപോകുന്നത്. അപ്പോൾ സ്റ്റേഷനിൽ നിന്ന് ശ്രുതിക്ക് ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്നും ഇനി ശ്രുതിയെ ജാമ്യത്തിൽ ഇറക്കാൻ ആരാണ് ചെല്ലുന്നത്, ഇനി എന്തൊക്കെയാണ് കഥയിൽ നടക്കാൻ പോകുന്നതെന്നൊക്കെ അറിയാൻ വരയ്ക്കും നമുക്ക് അടുത്ത എപ്പിസോഡ് വരയ്ക്കും കാത്തിരിക്കാം. അടുത്ത എപ്പിസോഡുമായിട്ട് കാണും വരയ്ക്കും. താങ്ക് യു ഫോർ വാച്ചിങ്. നമ്മുടെ ചാനൽ ഇഷ്ടമായ ഒന്ന് ലൈക്ക് ചെയ്തും ഹൈപ്പ് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ.